വ്ലോഗ്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെ ഒരു റിയൽ സ്കിൻ കെയർ റുട്ടീൻ ആയിട്ടാണ് കേട്ടോ. അതും ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ആയിട്ടാണ്. ഞാനിപ്പോ കുറച്ചായിട്ട് കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്യാവശ്യം നല്ല പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നിയ പ്രൊഡക്ട്സ് ഒക്കെ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് ശ്രുതി എന്നാണ്. നമ്മുടെ ചാനൽ നെയിം വ്ലോഗ്സ് ബൈ ശ്രുതി എന്നാണ് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ സ്കിൻ കെയർ റുട്ടീൻ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് നമ്മൾ അധികം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാറ്. അതല്ലാണ്ട് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോസും എന്നെയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഞാനിത് കൂളിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. ഇപ്പോഴേക്ക് ഇതേ സ്കിന്നും കാര്യങ്ങളൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. സോ നിങ്ങൾ എപ്പോ സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിലും സ്കിൻ ഒരുപാട് ഡ്രൈ ആയ സ്കിന്നിൽ നിങ്ങൾ സ്കിൻ കെയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല, വേസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ആണ്. സോ നിങ്ങൾ എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് സപ്ലൈ ആയിട്ടിരിക്കുന്ന സ്കിന്നിൽ മാത്രം നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോ കുളിച്ചിട്ട് കുറച്ച് നേരമായി. കുളിച്ച ഉടനെ തന്നെ സ്കിൻ കെയർ ബോഡി കെയർ ഒക്കെ ചെയ്യുന്നതാണ്. ഇപ്പൊ വന്നിട്ട് വീഡിയോ എടുക്കേണ്ട കുറച്ച് പരിപാടികൾ ഉള്ളത് കാരണം ഒന്ന് ലാഗായി പോയതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് നല്ലൊരു ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് സിമ്പിളിന്റെ ഫേസ് വാഷ് ആണ്. ഓർ ഞാനത് ഡവിന്റെ സോപ്പും അപ്ലൈ ചെയ്യാറുണ്ട്. സോ നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡവിന്റെ സോപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്ലെൻസറോ ഫേസ് വാഷോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ നല്ലതായിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഫേസ് വാഷിന് ശേഷം നമുക്ക് ബാക്കി സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ നോക്കാം കേട്ടോ. ഞാനിപ്പോ എനിക്ക് തോന്നുന്നു ഒരു 1 മന്തിന് അടുത്തായിട്ടുണ്ടാവും ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്റെ സ്കിന്നിന്റെ പ്രോബ്ലത്തിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്റെ സ്കിന്നിൽ ഒരുപാട് ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളും ഒന്നും ഇപ്പൊ ഇല്ല. ഒരുപാട് ഫെയ്ഡായി. ഈ ഒരു കാണുന്ന ഈ ഒരു ഡാർക്ക് സ്പോട്ട് ഒക്കെ അത്യാവശ്യം വലിയ ഡാർക്ക് സ്പോട്ട് ആയിരുന്നു. നല്ല വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പൊ ഫെയ്ഡ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ആക്നേസ് ആണെന്നുണ്ടെങ്കിൽ ആക്നേസ് എന്തായാലും നമ്മളെ ഫേസിൽ വരും. നമ്മൾ മനുഷ്യന്മാരാണ്, ആക്നേസ് വരും പോവും. പക്ഷെ അത് തന്നിട്ടുള്ള പാടുകൾ നമുക്കത് കീപ്പ് ചെയ്യണം, നമുക്ക് ഒഴിവാക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. സോ ഞാനത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ അതിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഞാനിപ്പോ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എനിക്ക് വർക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. സോ ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങൾ ഒന്നുമല്ല, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമാണ്. അപ്പൊ ഫസ്റ്റ് വന്നിട്ട് ഞാൻ നല്ലൊരു ടോണർ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് പ്ലമ്മിന്റെ നിയാസിനമൈഡ് റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് ടോണർ ആണ്. 3% നിയാസിനമൈഡ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഒരുപാട് നല്ല റിവ്യൂ കേട്ടുള്ള ടോണർ ആണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ടും എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ ഫസ്റ്റ് വൺ ഞാൻ നന്നായിട്ട് ടോണർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ടോണർ വന്നിട്ട് നമ്മുടെ പോർസ് എല്ലാം ഒന്ന് ടൈറ്റൻ ചെയ്യാനും ബ്രൈറ്റനിങ് സ്കിൻ തരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇവർ ക്ലെയിം ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് അന്ന് ഞാൻ ടോണർ ഒന്ന് ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ടോണർ ഒന്നും ഞാനൊന്ന് വീശി കൊടുക്കുന്നുണ്ട്, ചെറുതായി ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ടോണർ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആകെ ഒരു 3 സ്പ്രേസ് അത്രമാത്രം മതി. ദാറ്റ്സ് ഇനഫ്. കാരണം ഒരുപാട് നമുക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന പോലെ നിങ്ങൾ ഒരിക്കലും ടോണർ അപ്ലൈ ചെയ്യേണ്ട. ജസ്റ്റ് 1-2 സ്പ്രേ മാത്രം മതി കേട്ടോ. അപ്പൊ ഇതൊന്ന് നമുക്ക് ലീവ് ചെയ്യാം. ഒരു 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഒന്ന് അബ്സോർബ് ആവട്ടെ കേട്ടോ. ഈ ഒരു ഇതുപോലെ ഇങ്ങനെ നിൽക്കുമ്പോ തന്നെ നിങ്ങൾ ലെയർ ഓൺ ചെയ്യാൻ പാടില്ല. പ്രൊഡക്ട്സ് ഒന്നും ഒരു യൂസും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ചില സിറംസ് വന്നിട്ട് നമ്മുടെ കുറച്ച് ഡ്രൈ ആയ സ്കിന്നിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ടർ കണ്ടന്റോട് കൂടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു റിസൾട്ടും കിട്ടാൻ പോണില്ല. നെക്സ്റ്റ് വന്നിട്ട് ഞാനൊരു സിറാണ്. ഞാനൊരു സിറം പേഴ്സൺ ആണ് ഗൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സിറംസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് സിറംസ് ആണ്. അത് ഏതൊക്കെയെന്ന് കാണിച്ചു തരാം. സോറി ഗൈസ്, ഞാൻ പറഞ്ഞ ചെറിയ തിരുത്തുണ്ട്. ഞാൻ 3 സിറംസ് ആണ് ഇപ്പൊ യൂസ് ആക്കാറ്. ഈ 3 തന്നെയാണ് കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ പിമ്പിൾസ് അതിന്റെ ആക്റ്റീവ് ആക്നേസ് ഉള്ള ടൈമിൽ മാത്രമാണ് ഈ ഒരു സിറം ഞാൻ അപ്ലൈ ചെയ്യാറ്. ഇത് ഡാമാക്കോന്റെ 2% സാലിസിലിക് സിറം ആണ് കേട്ടോ. ഇത് പിമ്പിൾസ് ഒക്കെ ആക്റ്റീവ് ആക്നേസ് ഉള്ളവർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എനിക്ക് നന്നായിട്ട് തോന്നി കേട്ടോ. അപ്പൊ ഈ ഒരു സിറം ഞാൻ പിമ്പിൾസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് അങ്ങനെ ആക്റ്റീവ് ആക്നേസ് ഇല്ല, സോ ഞാൻ ഇപ്പൊ ഇത് അപ്ലൈ ചെയ്യാൻ പോണില്ല കേട്ടോ. ഈ 2 ഒരെണ്ണമാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക. ഒരെണ്ണം നൈറ്റ് യൂസ് ചെയ്യും, ഒരെണ്ണം ഡേ ടൈം യൂസ് ചെയ്യും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത് യൂസ് ചെയ്യാൻ പോവാണ്. ഇത് വന്നിട്ട് പ്ലമ്മിന്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് 10% വരുന്ന നിയാസിനമൈഡ് ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത്. സിറാണ് ഇത്. വന്നിട്ട് നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട് പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ള സ്കിന്നിന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. എനിക്ക് കിട്ടിയ റിസൾട്ട് ആണ്. സോ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. ഒന്നും കൂടെ എനിക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു സിറാണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്യാൻ പോണേ.
ഇത് വന്നിട്ട് റൈസ് വാട്ടറും കാര്യങ്ങളിലുകൊണ്ടാണ് ഈ ഒരു വൈറ്റിഷ് കളർ വന്നിട്ടുള്ളത്. അത്യാവശ്യം തിക്ക് ആയിട്ടുള്ള ഒരു സിറാണ്, പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആയി പോകുന്നുണ്ട് കേട്ടോ. ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഫെയ്ഡ് ആക്കാൻ എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സിറം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴും ഇതുപോലെ 2-3 ഡ്രോപ്പ് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിൽ കൂടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഒരുപാട് കുറഞ്ഞും പോകരുത്, എന്നാൽ നമുക്ക് ഒരുപാട് അപ്ലൈ ചെയ്യാനും പാടില്ല കേട്ടോ. അങ്ങനെ സിറം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വേഗം ലിപ് ബാം ഒന്ന് അപ്ലൈ ചെയ്യട്ടെ. ലിപ് ബാം ആണ് ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുക. കുളി കഴിഞ്ഞ ഉടനെ ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യും. എന്റെ ലിപ്പ് ഭയങ്കര ഡ്രൈയിങ് ആയിട്ടാണ് ഉണ്ടാവാറ്. സോ ഞാൻ ഇപ്പൊ ലിപ് ബാം അപ്ലൈ ചെയ്യാൻ പോവാണ്. കറന്റ് യൂസ് ചെയ്യുന്ന ലിപ് ബാം ഇതാണ് കേട്ടോ. ഇതിന്റെ ഫേവറേറ്റ് വൺ ആണ്. ഇത് വന്നിട്ട് വിഷ് കെയറിന്റെ സെറാമൈഡ് ലിപ് ബാം ആണ്. ഞാൻ ടിൻഡഡ് ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ഡേ ടൈം ഒക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ ടിൻഡഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടിൻഡഡ് അല്ലാത്ത യൂസ് ചെയ്യായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. സോ ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോണേ. ഈ ഒരു ലിപ് ബാം നമുക്ക് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. അതുപോലെ ചുണ്ട് നന്നായിട്ട് സപ്പിളാക്കി വെക്കാനും നമ്മുടെ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനൊക്കെ നന്നായിട്ട്, അതായത് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലിപ് ബാം ആണ് കേട്ടത്. ഇത് അത്യാവശ്യം നല്ല റിവ്യൂ കിട്ടുന്നതാണ്. ഇതും അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. ഡീകൺസ്ട്രക്റ്റിന്റെ ലിപ് ബാം വന്നിട്ടും അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ലിപ് ബാം ഒക്കെ അപ്ലൈ ചെയ്തു. നമ്മുടെ സിറം വന്നിട്ടും കുറച്ചു നേരമായി നമ്മൾ അപ്ലൈ ചെയ്തിട്ട്. സോ ഉടനെ തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് അപ്ലൈ ചെയ്യാം. ഞാൻ കറന്റ് യൂസ് ചെയ്യുന്നത് പോൺസിന്റെ ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഈ ഒരു പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ്. ജെൽ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കണ്ണും പൂട്ടി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇത് വന്നിട്ട്. ഡോട്ട് ആൻഡ് കീൻ്റെതും അതുപോലെ നല്ല തന്നെയാണ്. പക്ഷെ എനിക്ക് നല്ല ഓയിലി ആയപ്പോ ഓയിലി സ്കിന്നുകാർക്ക് ഞാൻ ഒരിക്കലും ഈ ഒരു ഡോട്ട് ആൻഡ് കീൻ്റെത് സജസ്റ്റ് ചെയ്യില്ല. കാരണം അതിൽ തന്നെ അവർ തന്നെ പറയുന്നുണ്ട് അതൊരു ഡ്രൈ കോമ്പിനേഷൻ സ്കിന്നിനുള്ളതാണ് കേട്ടോ. നിങ്ങൾ അതുപോലെ പ്രൊഡക്ട്സ് ഒക്കെ ലെയർ ഓൺ ചെയ്യുമ്പോൾ ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 30 സെക്കൻഡ് എങ്കിലും നിങ്ങളൊന്ന് ഓരോ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ നെക്കിലോട്ടും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഞാൻ ഫേസ് മോയ്സ്ചറൈസറും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സൺസ്ക്രീൻ ആണ് പൊതുവെ ഞാൻ അപ്ലൈ ചെയ്യാറ്. പക്ഷെ ഇപ്പൊ ഇന്ന് വീട്ടിലാണ്, ഭയങ്കര റെയിനിയാണ്, വെറുതെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ എനിക്ക് തോന്നണില്ല. ഞാൻ വന്നിട്ട് ഈ ഒരു സൺസ്ക്രീൻ ആണ് ഇപ്പൊ യൂസ് ആക്കാറ്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ ആണ്. അക്വജൽ ആണ്. SPF 50 PA4+ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അടിപൊളി പ്രൊട്ടക്ഷൻ തരുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ വന്നിട്ട് എനിക്ക് യൂസ് ചെയ്തിട്ട് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുള്ളതാണ്. ഒരുപാട് പേര് യൂസ് ചെയ്ത് നല്ല റിവ്യൂ കേട്ടു. ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോ സൺസ്ക്രീൻ ആണ് നെക്സ്റ്റ് എന്റെ സ്റ്റെപ്പ്. സോ അതോടെ എന്റെ ഫേസ് ഒരു സ്കിൻ കെയർ റുട്ടീൻ വന്നിട്ട് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അതായത് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ വന്നിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ഫേസിൽ ഇപ്പൊ ഞാൻ കറന്റ് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് വന്നിട്ട്. സോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇത് വന്നിട്ട് ഞാൻ കുളി കഴിഞ്ഞ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുന്നതാണ്. ഇത് കെമിസ്റ്റെക് പ്ലേയുടെ അൺഡ്രാം റോൾ ഓൺ ആണ്. നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള, അതുപോലെ നല്ല സ്വെറ്റ് ഒക്കെ ഉള്ളവരാണ്, അങ്ങനെയുള്ളവർക്ക് കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റിയൊരു അൺഡ്രാം റോൾ ഓൺ ആണ് കെമിസ്റ്റെക് പ്ലേയുടെ ഈ ഒരു അൺഡ്രാം റോൾ ഓൺ വന്നിട്ട് 4ാമത്തെ 5ാമത്തെയോ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അതായത് വാങ്ങിക്കുന്ന ഒരു ഐറ്റം ആണിത്. അപ്പൊ ഇതിൽ വന്നിട്ട് ലാക്റ്റിക് ആസിഡ്, മാൻഡലിക് ആസിഡ്, അങ്ങനെ പിഗ്മെന്റേഷൻ ഒക്കെ റെഡ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. സോ ഞാനിത് അൺഡ്രാമിൽ യൂസ് ചെയ്യാൻ പോവാണ്. ഇതിന്റെ സ്മെല്ല് വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു അൺഡ്രാം റോളാണ് നമ്മൾ ഒരു ഡേ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല്
പിന്നെ നമുക്ക് സ്വെറ്റിന്റെ ഒരു സ്മെൽ തന്നെ ആ ഒരു ദിവസം ഉണ്ടാവില്ല. അത്രയും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു അണ്ടർ ആം റോൾ ഓൺ ആണ്. അപ്പോൾ നമ്മുടെ ഫേസ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു, അണ്ടർ ആം റോൾ ഓൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ എന്റെ ബോഡി കെയർ ആണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പൊ എന്റെ ബോഡിയിൽ ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് ഗ്ലൂട്ടാഹയുടെ വാസ്ലിൻ ഗ്ലൂട്ടാഹയ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ സെക്കൻഡ് ബൈ ആണ്. അപ്പൊ ഫസ്റ്റ് വന്ന് ഞാൻ വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ബോഡിയിൽ അപ്ലൈ ചെയ്യാറാണ് കേട്ടോ. ഇത് കുറച്ചെടുത്താൽ മതി കേട്ടോ. കണ്ടോ, അത്യാവശ്യം തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളതുണ്ട്. ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ് ഇത് ഉണ്ടാവുക. സോ ഞാൻ ആദ്യം തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ബോഡിയിൽ അപ്ലൈ ചെയ്യാറ്. കയ്യിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇതൊക്കെ കാലിലും അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് നല്ല പിഗ്മെന്റഡ് ആയിട്ട്, എന്നെ പോലെ നല്ല സൺടാനൊക്കെ അടിച്ച് പിഗ്മെന്റഡ് ആയിട്ടുള്ളവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് റിസൾട്ട് തരുന്ന ലൈറ്റ് ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഒത്തിരി അങ്ങോട്ട് അബ്സോർബ് ആവുന്ന ആ ഒരു ഹൈഡ്രേഷൻ മാറുന്ന മുന്നേ തന്നെ ഞാനിത് ഒരു ബോഡി ലോഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് വന്നിട്ട് വാസ്ലിന്റെ കൊക്കോ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചറൈസിങ് ക്രീം ആണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ സ്മെല്ല് വന്നിട്ട്, കൺസിസ്റ്റൻസി വന്നിട്ട് ഇത് നല്ല ഹൈഡ്രേഷൻ തരാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് 400 ml ബോട്ടിലാണ് കേട്ടോ. അത്യാവശ്യം ഉണ്ട്. ഇത് വാങ്ങിയിട്ട് ഞാൻ കുറെ നാളായി. ഇതിന്റെ ചെറിയ ബോട്ടിലൊക്കെ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഞാൻ നെക്സ്റ്റ് ഇനി ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പോണേ. എനിക്ക് നല്ല ഡ്രൈ സ്കിൻ ആയത് കാരണം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഡ്രൈ സ്കിന്നുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന, നല്ല സ്മെല്ലൊക്കെ തരുന്ന അടിപൊളി ഒരു ലോഷനാണ് വാസ്ലിന്റെ ഒരു കൊക്കോ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഫേസിലെ പോലെ തന്നെ ഞാൻ നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റും കൂടെ കയ്യിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് മറന്നു പോകാറുണ്ട് സത്യം പറഞ്ഞാൽ. അതിന്റെ റിസൾട്ട് ആണ് നിങ്ങൾ ഈ കയ്യിൽ കാണുന്നത്. ഞാനിത് ബോഡിയിൽ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ആണ്. ഇത് വന്നിട്ട് ജോവീസിന്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് അത്യാവശ്യം പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. SPF 60 PA ++ ഉള്ളതാണ്. ഇതിന്റെ കൺസിസ്റ്റൻസി കുറച്ച് വൈറ്റ് കാസ്റ്റ് വരുന്നതാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത് നമുക്ക് കുറച്ചൊരു കൺസിസ്റ്റൻസി ഉണ്ട്. എന്നാൽ പോലും നമുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അബ്സോർബായി വൈറ്റ് കാസ്റ്റ് ഒക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. നല്ല പ്രൊട്ടക്ഷൻ തരുന്ന തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് ഒരു ബോഡിയിൽ യൂസ് ചെയ്യാനുള്ള സൺസ്ക്രീൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ, പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട്. കുറച്ച് തിക്കാണെങ്കിൽ പോലും ഒന്ന് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ റിയൽ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ വന്നിട്ട്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്, ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ആണ് കാണാൻ ഇഷ്ടം, എന്തൊക്കെ പ്രൊഡക്ട്സിന്റെ റിവ്യൂ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങള് എല്ലാം ഒന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. സോ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.